ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിൽ ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ. DGP സർക്കാരിന് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് നടപടിയുണ്ടായിരിക്കുന്നത്. ആന്റണി ജിസ്റ്റോർ ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും MR അജിത് കുമാറിന് സസ്പെൻഷൻ നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയിരിക്കുകയാണ്. ഏതായാലും DGP സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ എന്തായാലും അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ഒടുവില നടപടി വരികയാണ് MR അജിത് കുമാറിനെതിരെ. MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെയാണ് DGP ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് DGPയുടെ ശുപാർശകളടക്കം ഉള്ള റിപ്പോർട്ട് കൈമാറുന്നത്. ആഭ്യന്തര സെക്രട്ടറി ഇന്ന് ആ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറി. രമേശ് ചെന്നിത്തല ഇത് പരിശോധിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം, അതായത് MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ആ ഉത്തരവ് ഉടൻ തന്നെ ഉണ്ടാകും. ആ ഉത്തരവ് ഇറക്കേണ്ടത് പൊതുഭരണ വകുപ്പാണ്. അത് മുഖ്യമന്ത്രി മേൽനോട്ടം വഹിക്കുന്ന വകുപ്പാണ്. ഉടൻ തന്നെ മുഖ്യമന്ത്രി ഒപ്പിട്ട ആ ഉത്തരവ് ഇറങ്ങുകയും ചെയ്യും. ഏതായാലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ സർക്കാർ അധികാരത്തിലേറ്റ ആദ്യമായി എടുത്ത ഒരു ഫയൽ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഈ ആലപ്പുഴയിൽ നവകേരള യാത്രക്കിടെ മുൻ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസ് അത് പുനരന്വേഷിക്കാനാണ്. അതിൽ SITയെ രൂപീകരിച്ചു. ആ SIT സംഘം നടത്തിയ അന്വേഷണത്തിലാണ് മുൻപ് അന്വേഷിച്ചിരുന്ന അന്വേഷണ സംഘത്തിലെ 2 SIമാർ ADGP MR അജിത് കുമാറിനെതിരെ മൊഴി നൽകുന്നത്. തിരുവനന്തപുരത്തെ അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന അജിത് കുമാർ ആ ഓഫീസിലേക്ക് ഈ SIമാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ കേസ് ഡയറി, SIമാരെയും അതുപോലെ തന്നെ DYSPയെയും വിളിച്ചു വരുത്തിക്കൊണ്ട് 2 ദിവസം ഈ കേസ് ഡയറി തിരുത്തിച്ചു എന്നുള്ളതായിരുന്നു SITയുടെ കണ്ടെത്തൽ. SIT ഇത് സംബന്ധിച്ച റിപ്പോർട്ട് DGP റവാഡ ചന്ദ്രശേഖറിന് കൈമാറി. പക്ഷേ 2 ആഴ്ചയോളം ആ റിപ്പോർട്ടിൽ ഒരു നടപടിയും ഉണ്ടായില്ല. കാരണം DGP സ്ഥാനക്കയറ്റത്തേക്കുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി അടക്കം അജിത് കുമാറിന് വേണ്ടിയുള്ള അത് ചേരാൻ വേണ്ടി ഇരിക്കുന്നൊരു ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിൽ ഈ റിപ്പോർട്ട് പൂഴ്ത്തി എന്നുള്ള ആരോപണമൊക്കെ ഉയരുന്ന സാഹചര്യമുണ്ടായി. അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നതിൽ അന്ന് മർദ്ദനമേറ്റ ജുവൽ കുര്യാക്കോസും ഇപ്പോൾ ആലപ്പുഴ MLAയുമായ AD തോമസും ഒക്കെ അതൃപ്തി പറയുകയും മുഖ്യമന്ത്രിയെ കണ്ട് ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഒക്കെ തങ്ങളുടെ ആവശ്യം, അജിത് കുമാറിനെതിരെ നടപടി ഉടൻ വേണമെന്ന ആവശ്യമൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ആ റിപ്പോർട്ടിൽ വ്യക്തത ഇല്ല എന്നുള്ള കാരണത്താൽ DGP റവാഡ ചന്ദ്രശേഖർ വീണ്ടും SITക്ക് ആ റിപ്പോർട്ട് മടക്കി. ഈ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ അതിനാവശ്യമായ തെളിവുകൾ വേണം, ആവശ്യമായ വ്യക്തത വേണം എന്നുള്ളതായിരുന്നു അന്ന് DGP നൽകിയ ഒരു നിർദ്ദേശം. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ആ റിപ്പോർട്ട് മടക്കിയത്. അതിനുശേഷം ADGPയുടെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ പങ്ക് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് SIT വീണ്ടും DGP റവാഡ ചന്ദ്രശേഖറിന് നൽകി. അതിൽ ഈ ADGPയുടെ ഇടപെടലിനുള്ള തെളിവിന്റെ ഭാഗമായി സ്ക്രീൻഷോട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് SIT ആ റിപ്പോർട്ട് DGPക്ക് നൽകിയത്. പിന്നാലെ DGP ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ADGP MR അജിത് കുമാറിൽ നിന്ന് തേടി. MR അജിത് കുമാർ 2 ദിവസം മുമ്പ് വിശദീകരണം എഴുതി റവാഡ ചന്ദ്രശേഖറിന് നൽകി. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ആ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നത് ഈ പറയുന്ന ദിവസങ്ങളിലൊന്നും താൻ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഭാഗമായ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയായിരുന്നു. ഇതിൽ ഒരു അടിസ്ഥാനവുമില്ല എന്നുള്ളതായിരുന്നു ADGP MR അജിത് കുമാറിന്റെ വിശദീകരണം. കൂടുതൽ വിശദീകരണത്തിന് തനിക്ക് നൽകാൻ സമയം വേണമെന്ന് ADGP ആവശ്യപ്പെട്ടെങ്കിലും അത് DGP തള്ളി. അങ്ങനെ ഇന്നലെ ആഭ്യന്തര സെക്രട്ടറിക്ക് അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് DGP റവാഡ ചന്ദ്രശേഖർ കൈമാറി. ഒടുവിൽ നടപടി വരികയാണ്. ഏതായാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയൊക്കെ അന്ന് പറഞ്ഞിരുന്നത് അതിൻ്റെ ഒരു നടപടിക്രമത്തിന് ഉണ്ട്, അതുവഴി മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. ഓടിയൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ DGPR റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി, ആഭ്യന്തര സെക്രട്ടറി അത് ആഭ്യന്തര മന്ത്രിക്ക് കൈമാറി, ആഭ്യന്തരമന്ത്രി അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അവർ ഇരുവരും ചർച്ച ചെയ്ത് സസ്പെൻഷൻ എന്ന നിലയിലേക്ക് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. ഏതായാലും നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലം മുതൽ തന്നെ വലിയ ആരോപണങ്ങൾ നേരിട്ടിരുന്നു MR അജിത് കുമാറിനെതിരെ. തൃശൂർ പൂരം കലക്കൽ അടക്കമുള്ള വിഷയങ്ങളിൽ MR അജിത് കുമാറിന്റെ പേര് ഉയർന്ന് കേട്ടിരുന്നു. അന്ന് പ്രതിപക്ഷമടക്കം ഇപ്പോൾ അന്ന് ഭരണപക്ഷത്തുണ്ടായിരുന്ന CPI അടക്കം വിവിധ വിഷയങ്ങളിൽ MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ആവശ്യം നിരന്തരം ഉയർത്തിയിരുന്നു. ഏതായാലും അന്നൊന്നും നടപടി ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഈ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ അടക്കം ക്രൂരമായി മർദ്ദിച്ച കേസ് അത് അട്ടിമറിക്കാൻ ശ്രമിച്ചതിൽ ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ നടപടി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ ഒരു DGP സ്ഥാനത്തിന്റെ ഒഴിവ് വരുന്നുണ്ട്. അതിലേക്ക് സ്വാഭാവികമായും പരിഗണിക്കപ്പെടേണ്ടയാളാണ് ADGP MR അജിത് കുമാർ. പക്ഷേ ഇപ്പോൾ ഈ നടപടി വന്നതോടുകൂടി ADGP MR അജിത് കുമാറിന് DGP സ്ഥാനത്തേക്കുള്ള പ്രമോഷൻ അതില്ലാതെയാകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് DGP ആകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതും അദ്ദേഹത്തിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ശക്തമായ നടപടി തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കാരണം ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. ഒരാളെയും വെറുതെ വിടില്ല എന്ന് മുഖ്യമന്ത്രി അധികാരമേറ്റ ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ അന്ന് ആ ഉദ്യോഗസ്ഥരെ, ആ മർദ്ദിച്ചവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അവർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിരുന്നു. പിന്നീട് അവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ അറസ്റ്റ് ചെയ്ത് അവരെ വിട്ടയച്ചു. പക്ഷേ ഈ കേസ് അട്ടിമറിയിൽ ഒരു നടപടി വേണമെന്നുള്ളത് കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമായ വികാരമായിരുന്നു. അതിശക്തമായ നടപടി, സസ്പെൻഷനിൽ കുറഞ്ഞ് ഒരു നടപടിയും പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്ന ആവശ്യമെന്ന് പറഞ്ഞത്. ഒരുപക്ഷെ വകുപ്പ് തല അന്വേഷണമോ വകുപ്പ് തല നടപടിയോ മാത്രമായി അത് ഒതുക്കിയേക്കുമെന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നത്. ശ്രീ MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചു എന്നതിൽ ഇപ്പോൾ എന്തായാലും ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുകയാണ്. DGP സർക്കാരിന് റിപ്പോർട്ട് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ആന്റണി, നമുക്കറിയാം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മാസം അവസാനം ഈ DGP സ്ഥാനം ഒഴിയുമ്പോൾ ആ സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട ആളായിരുന്നു MR അജിത് കുമാർ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും MR അജിത് കുമാറിനെ DGP എന്നൊരു സ്ഥാനക്കയറ്റത്തിലേക്ക് അല്ലെങ്കിൽ പ്രമോഷൻ അടക്കം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമായിരിക്കില്ലേ ഉണ്ടാകുന്നത്? തീർച്ചയായും ഈ നടപടി വന്ന ഘട്ടത്തിൽ ഇനിയിപ്പോൾ അത്തരത്തിൽ പ്രമോഷനുള്ള സാധ്യത പൂർണ്ണമായും നിലവിൽ ഇല്ലാതെയാവുകയാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഈ ഘട്ടത്തിൽ നടപടി നേരിട്ടാൽ അത് പരിഗണിക്കില്ല. ഏതായാലും ഈ നടപടി ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. പിന്നീട് കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഈ പ്രമോഷന്റെ കാര്യത്തിൽ. ഏതായാലും ഈ നടപടി ഉണ്ടായ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ പ്രമോഷന്റെ സാധ്യത മങ്ങി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരാണ് നിലവിൽ MR അജിത് കുമാർ എന്ന് പറയുന്നത്. പക്ഷേ ഈ MR അജിത് കുമാറിന് ഈ നടപടി, സസ്പെൻഷൻ നടപടി വന്നതോടുകൂടി കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഒരു സസ്പെൻഷൻ മാത്രമല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അട്ടിമറി കേസിൽ സസ്പെൻഷനിൽ മാത്രമായി അത് ഒതുങ്ങുന്നില്ല. ഈ സസ്പെൻഷന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കരിയറിൽ ഇപ്പോൾ ഈ DGP എന്ന സ്ഥാനത്തേക്കുള്ള സ്ഥാനക്കയറ്റം അതാണ് ഇല്ലാതെയാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ രണ്ട് നടപടികൾ ഒരേ സമയം അജിത് കുമാറിനെതിരെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം. ഏതായാലും അജിത് കുമാർ ഈ ആരോപണങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകിയത്, വിശദീകരണമാണ് നൽകിയത്. പക്ഷേ അത് DGP കണക്കിലെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ നടപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിത് കുമാറിനെതിരെ ശക്തമായ നടപടിയാകാമെന്നുള്ള തരത്തിലുള്ള ശുപാർശകൾ തന്നെയായിരിക്കണം DGP നൽകിയിട്ടുണ്ടാവുക. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ
തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ആകാംക്ഷ, ഈ DGPയുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് നൽകി എന്ന് പറഞ്ഞ ഘട്ടം മുതൽ തന്നെ എന്തായിരിക്കും നടപടി എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. സസ്പെൻഷൻ എന്ന നടപടിയിൽ നിന്ന് താഴേക്ക് പോയാൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കോൺഗ്രസിനുള്ളിൽ തന്നെ ഇടയാക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. സസ്പെൻഷനിൽ കുറഞ്ഞ ഒരു നടപടിയും ഈ മർദ്ദനമേറ്റ AD തോമസ് അടക്കമുള്ളവർ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിലുള്ളവർ തന്നെ അത് ആഗ്രഹിക്കുന്നില്ല. ഈ കാരണം വളരെ വൈകാരികമായ ഒരു വിഷയമായി തന്നെയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് അടക്കം ഈ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഈ സംഭവത്തെ കണ്ടത്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ മർദ്ദനമേറ്റിട്ടും ഒരു തരത്തിലുമുള്ള നടപടികൾ ഈ മർദ്ദിച്ചവർക്കെതിരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് UDFന്റെ സർക്കാർ വരുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ് ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നടപടി വേണമെന്നുള്ള കാര്യം. അങ്ങനെ ഈ VD സതീശൻ ആ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് തൊട്ടു മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലടക്കം പറഞ്ഞിരുന്നു ഒന്നും മറക്കില്ല, നടപടിയെടുക്കുമെന്ന്. പക്ഷേ നടപടി പിന്നീട് നീണ്ടപ്പോൾ അത് കോൺഗ്രസിനുള്ളിൽ വലിയ അതൃപ്തിയായി പുകയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആ അതൃപ്തി പുകഞ്ഞു പോകുന്ന പല വിഷയങ്ങളിലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിനുള്ളിൽ ഈ മുഖ്യമന്ത്രി അടക്കം സ്വീകരിക്കുന്ന നിലപാടുകളിൽ വിമർശനങ്ങളുണ്ട്. ഏതായാലും അത്തരമൊരു നടപടിയിലേക്കൊന്നും പോയില്ല. ശക്തമായ നടപടി തന്നെ അജിത് കുമാറിനെതിരെ ഉണ്ടായിരിക്കുന്നു. സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിരിക്കുന്നു. അജിത് കുമാറിന് ഇതോടുകൂടി DGP സ്ഥാനത്തേക്കുള്ള സ്ഥാനക്കയറ്റം താൽക്കാലികമായെങ്കിലും ഇപ്പോൾ ഇല്ലാതെയായിരിക്കുന്നു. അതിനുള്ള സാധ്യത മങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ദീപ്തി. തീർച്ചയായും എന്തായാലും അങ്ങനെ തന്നെ വേണം പറയാൻ. ഏതായാലും ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചു എന്നതിൽ ഇപ്പോൾ എന്തായാലും ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഉടൻ തന്നെ ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങാനുള്ള സാധ്യതയാണുള്ളത്. DGP സർക്കാരിന് റിപ്പോർട്ട് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അജിത് കുമാറിന്റെ DGP ആയിട്ടുള്ള സ്ഥാനക്കയറ്റം, പ്രമോഷൻ അടക്കം ഇത് ബാധിക്കുമെന്നത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. DGP സർക്കാരിന് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്.